250 బాబు 250 శంకు 250 బాబు శంకు 250 బాబు 250 శంకు 250 బాబు అందమైన శంకు మంచి సరుకు తీసుకోమ్మా 250 ഉള്ളത് പറയാലോ, ഇതുവരെ അങ്കമാലി വിട്ട് എപ്പുറത്തോട്ടും ഞാൻ പോയിട്ടില്ല. ഇത് ആദ്യമായിട്ടാ ഇത്രയും ദൂരം. എന്തു പറ്റി? പേടി പോലെ വല്ലതും തോന്നുന്നുണ്ടോ? ഒരു മാതിരി സ്ഥലവും ഒരു മാതിരി ആൾക്കാരും. നീ എന്തേ കാണില്ല? നമ്മൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയാലോ എന്ന് എടുത്ത് കവർ ചെയ്തത്. నువ్వెక్కడికంటే పోయా నువ్వు వ్యాపారస్తుడు 250 రూపాయలు. ఏంటి చూస్తున్నారా? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നമ്മളെ വന്ന പോലെ തന്നെ തിരിച്ചു പോകും. എന്നാ നമ്മൾ വന്ന ട്രെയിൻ പോയിട്ടില്ല, അതിൽ തന്നെ തിരിച്ചു പോവാം. എങ്കിൽ അടുത്ത ട്രെയിനിന്റെ സമയമെങ്കിലും ചോദിച്ചിട്ട് വരാം. എപ്പോഴാ ആവശ്യം വരെയെന്ന് പറയാൻ പറ്റില്ല. അതാ കണ്ടില്ലേ, ഈ കേരള ട്രെയിൻ ഉണ്ട് മാങ്ങണ്ടി. ഒന്ന് പോണം. ചന്ദ്രു, എന്താടാ അത് കണ്ട ആ പ്രതിമയിലൊന്ന് സൂക്ഷിച്ചു നോക്ക്. അത് വിജയലക്ഷ്മി അല്ലേ? വിജയലക്ഷ്മി പൊന്നൻ പറഞ്ഞത് ഓരോന്നും ശരിയായി വരികയാണല്ലേ? അതെ. അപ്പോ നമ്മൾ ബഞ്ചാറ പാലസിൽ പോകുന്നു. അതെ. ഒരു കളി കളിക്കുന്നു. അതെ. ജീവൻ പണയം വെച്ചൊരു കളി. അതെ. ഇതെന്തു പറ്റി? ആന്ധ്ര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ആന്ധ്രയുടെ നടുക്കണ്ടം തിന്നണമെന്നാ പ്രമാണം. എങ്ങനെയുണ്ട്? ബെസ്റ്റ്. ആ, നിനക്ക് തെലുങ്ക് ഒട്ടും അറിയില്ലല്ലോ? ഇല്ല. പേടിക്കണ്ട, എന്നെ ഫോളോ ചെയ്താണ്. ഈ തെലുങ്കന്മാർക്ക് ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട്. അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ കാണിച്ചത്. ഫോളോ. നീ എന്താ കാണിക്കുന്നേ? ആന്ധ്രയില് ഡാൻസ് കണ്ടാലും കൂടെ കൂടിക്കോണമെന്ന റൂളാണോ? എങ്കിൽ ഞാൻ ഡാൻസ് ചെയ്തോളാം. നീ നിനക്കറിയാവുന്ന തെലുങ്ക് വെച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. ചെല്ല്. അല്ല, ഞാനും ഈ പോടാ എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ? പോറാന്ന്. എങ്കിൽ പോടാ. కొట్టార వేదన పడుతుంది. ഒന്ന് പോടാ. ഇത് ഞാനാടാ. ഇതെന്താ ഇത്? അത് ശരി, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ നീ കളിച്ച് രസിച്ച് നടക്കാല്ലേ? ഒറ്റ അടിവെച്ചതാണല്ലോ. എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ഈ കാണുന്നത്. എന്ത് ചോദിച്ചാലും ഇവിടെ ഉള്ള ഒരു തലയിൽ കൂടെ പൊടി വാരി എറിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂ. പേര് ചെപ്പന്തി കറക്റ്റാ? ഇവിടത്തെ രാജ്ഞിയുടെ പ്രതിമയാ കൊണ്ടുപോകുന്നത്. ഇന്ന് അവരുടെ പിറന്നാൾ ആഘോഷം. അതിന് പ്രതിമയും കൊണ്ട് നടക്കുന്ന എന്തിനാ? പങ്ക. അയ്യോ, പിന്നെ ഇവിടത്തെ രാജ്ഞി മരിച്ചിട്ട് 10-12 വർഷമായി. അതുമല്ല, രാജ്ഞി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ദൈവത്തെ പോലെയാ. അതുകൊണ്ടാ ഈ പ്രതിമയും ചുമന്നുകൊണ്ട് നടക്കുന്നത്. എല്ലാ കൊല്ലമുള്ള ആഘോഷ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. നീ ആ ആന്ധ്ര പൊന്നം പറഞ്ഞത് അന്വേഷിച്ചോ? അന്വേഷിച്ചു. പൊന്നം പറഞ്ഞത് 100% ശരിയാ. ആ, ഈ കൊട്ടാരത്തിന് ഒരേ ഒരു അവകാശമുണ്ട്, മരിച്ചുപോയ രാജ്ഞിയുടെ മകൻ. അതാരാണെന്ന് ഇപ്പൊ ഈ ലോകത്ത് 4 പേർക്ക് അറിയാവൂ. നമ്മൾ 2 പേര്, പിന്നെ പൊന്നൻ. പിന്നെ ആർക്കറിയാം? എനിക്ക്. പിന്നെ ഇതാരാ? ഈ വിരല് പ്രതിമ ചുമന്നുകൊണ്ട് നടന്ന പൊളിക്കതാ. മടങ്ങില്ല. ഇനി കാര്യത്തിലേക്ക് മടങ്ങാം. 17 കൊല്ലം മുമ്പ് ഈ കാണുന്നതിന്റെയൊക്കെ അവകാശിയെ ഏതോ പാട്ടുകാര് തട്ടിക്കൊണ്ടുപോയി. അന്ന് അവര് പാടി നടന്നിരുന്ന പാട്ട് പോലും ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഒന്നുകൂടി അറിയാം. 1 വയസ്സ് പോലും പ്രായമാകാത്ത ആ രാജകുമാരി അന്ന് തട്ടിക്കൊണ്ടുപോയത് 2 കുരുടന്മാരാ. നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തി കേട്ടോ. ఆరా అయాళు? అయాళా? అది రాజావా? 17 సంవత్సరాలుగా నా కూతురు దొరుకుతుందని ఎంతో ఆశతో ఎదురుచూశాను. కాని ఇంకా ఎదురు చూడటంలో అర్థం లేదని నేనొక నిర్ణయం తీసుకున్నాను.
അയാൾ എന്തായി నా പറയുന്നത്? కూతురు 17 കൊല്ലമായിട്ട് രാജാവ് മകൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു എന്നും ആ കുട്ടി എന്നേക്കുമായി നഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ മരിച്ചതായി അംഗീകരിക്കാനും പകരം വേറൊരു കുട്ടിയെ രാജ്ഞിയാക്കാനുമാണ് കൊട്ടാരത്തിന്റെ തീരുമാനം. ഏതാണ്ട് ഇതൊക്കെയാണെന്ന് തോന്നുന്നു അതിന്റെ അർത്ഥം. പിന്നെ ഇവിടത്തെ തെലുങ്കിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്ത്? അതെനിക്കറിയില്ല. ఈ నిర్ణయానికి ఎవరికైనా అభ్యంతరం ఉందా? ഇപ്പൊ എന്താ പറഞ്ഞേ? ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാൻ. నా కూతురు చలిపోయిందని నేను తీసుకున్న ఈ నిర్ణయం മകള് മരിച്ചുവെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ఒకవేళ నా కూతురే తిరిగి వచ్చినా తండ్రిగా కూడా తనను అంగీకరించలేను. പിന്നെ ആ കുട്ടി തിരിച്ചു വന്നാൽ രാജാവിന് സ്വീകരിക്കാൻ കഴിയില്ലെന്ന്. తీసుకోపోయే ఈ నిర్ణయంలో ఇక్కడ ఉన్న ఎవరికైనా అభ్యంతరం ఉంటే చెప్పండి, ఇప్పుడే మార్చుకుంటాను. ആരെങ്കിലും എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ ചടങ്ങ് മാറ്റിവെക്കാനുള്ള അധികാരം രാജാവിനുണ്ടെന്ന്. ఎవరికైనా అభ్యంతరం ఉందా చెప్పండి. అభ్యంతరం ఉంటే ధైర్యంగా చెప్పండి. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത്. ആണോ? ആ. എതിർപ്പുണ്ട് എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ? നാക്കു അഭ്യന്തരം ഉന്തി. നാക്കു അഭ്യന്തരം ഉന്തി. నాకు అభ్యంతరం ఉంది. నాకు అభ్యంతరం ఉంది. నాకు అభ్యంతరం ఉంది. നാക്കു അഭ്യന്തരം ഉന്തി. నాకు అభ్యంతరం ఉంది. నాకు అభ్యంతరం ఉంది. നാക്കു അഭ്യന്തരം ഉന്തി. పైకి రా, రాజుగారు పిలుస్తున్నా. എന്താ? എന്താണ് പൈക്കരാന്ന് പറഞ്ഞ? പറഞ്ഞുകൂടാത്തോണ്ടല്ലേ ഞാൻ ചിരിച്ചത്. അത് കേരള ബിഹാർ నువ్వేం చెప్పావు? പങ്കൻ. పంగన్? അല്ല, ഇവൻ പറയും. ഒന്ന് തെലുങ്കിൽ പറയടാ. നീലു കാവാലി. ഒരു ഗ്ലാസ് നീലു വെള്ളം. എന്ത് വേണം? വെള്ളം വേണോ? അതെ, വെള്ളം നീലു. മലയാളം അറിയാലോ. നിങ്ങൾ എവിടെന്നാ വരണത്? പറയൂ, നിങ്ങൾ ആരാ? ഞാൻ പഞ്ചകാക്ഷൻ. ഞാൻ ചന്ദ്രഹാസൻ. ഞങ്ങൾ വരുന്നത് നിങ്ങൾ 17 വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകളുടെ അടുത്ത് നിന്നാണ്. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അവൾ അങ്ങയുടെ മകളാണെന്ന് തെളിയിക്കാൻ മറ്റു തെളിവുകളൊന്നും വേണ്ട. ഒരൊറ്റ പ്രാവശ്യം അവളെ കണ്ടാൽ അങ്ങേക്കത് ബോധ്യമാകും. ഞങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ദേഷ്യം വന്നാൽ കൊല്ലാൻ മടിക്കാത്ത ആളാണെന്ന് അവര് പറഞ്ഞല്ലോ. ആ ദേഷ്യം വന്നാലല്ലേ? ഭയപ്പെടണ്ട. ഇനി പറ, എന്റെ മകൾ എവിടെയുണ്ട്? അത് പറഞ്ഞ ഞങ്ങളെ വേറൊരാള് കൊന്നുകളയും. പൊന്നൻ. ഈ പൊന്നൻ പറയൂടാ, ഞാനെല്ലാം പറയും. എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് ഈ 2 മരണം ഉറപ്പാ. അപ്പൊ പിന്നെ സത്യം പറഞ്ഞിട്ട് മരിച്ചൂടെ? ആന്ധ്ര പൊന്നൻ എന്നാ വിളിക്കുന്നത്. അയാളാ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദേവന് കുറെ കാശിന്റെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ അവന്റെ വീട് ജപ്തി. അതുകൊണ്ടാ ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്. ആന്ധ്ര പൊന്നൻ അവനിപ്പോ എവിടെ ഉണ്ട്? കേരളത്തിൽ. മഹാരാജാവ് തിരുമനസിനെ മുഖം കാണിക്കാൻ അടിയൻ വന്നിട്ടുണ്ട്. ഇയാളെ പോന്നു. ഇയാളെന്തിനാ വന്നേ? ഒരിക്കൽ ഞാൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ കൊന്നുകളയാൻ ഉത്തരവിട്ട ആളാണ് നിങ്ങൾ. എന്നെ ആട്ടിപ്പായിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. ഇന്ന് എന്റെ ദിവസമാണ്. മഹാരാജാവിനോട് ഇന്ന് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരും. നിങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ള നിങ്ങളുടെ മകൾക്ക് എന്ത് വില തരാൻ പറ്റുമെന്ന് മഹാരാജാവ് ഇന്ദ്രരാജരെട്ടി പറയണം. പറയാം. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്റെ മകൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ ഇവിടെ എന്റെ കൺമുമ്പിൽ കൊണ്ടു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും. നിന്നെ ഞാൻ വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്നവനാണ് ഇന്ദർ രാജ റെഡ്ഡി. അതുപോലെ
ചതിച്ചാൽ പിന്നെ നമ്മളിൽ ഒരാളെ ജീവിച്ചിരിക്കൂ. മനസ്സിലായോ? ഉവ്വ്. ഉം. എങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ നിൽക്കും. എന്താ, സമ്മതാണോ? സമ്മതമാണ്. പോയിക്കോ. താങ്ക്സ് ആൻഡി.